JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. സിസ്റ്റം അനാലിസ്റ്റ് ആൻഡ് സിസ്റ്റം മാനേജർ ഇൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ കേരാഫെഡ് ആൻഡ് ടെഡ്, അതിന്റെ പരീക്ഷാ തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള സിലബസ് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ പരീക്ഷാ തീയതി, എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്, അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഏറ്റവും പുതിയ സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ സിലബസും അതിന്റെ വിശദമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമുക്ക് നോക്കാം. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 12 മാർക്കാണ് ഉള്ളത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 14 മാർക്കാണ് ഉള്ളത്. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C 12 മാർക്കാണ് ഉള്ളത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++, ജാവ 12 മാർക്കാണ് ഉള്ളത്. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതിന് 12 മാർക്കാണ് ഉള്ളത്. ക്ലയന്റ് സെർവർ ആർക്കിടെക്ചേഴ്സ് ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് 12 മാർക്കാണ് ഉള്ളത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് അതിന് 14 മാർക്കാണുള്ളത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അതിന് 12 മാർക്കാണുള്ളത്. ഇത്രയുമാണ് ഇതിന്റെ സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. ഈ സിലബസും ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഇതേപടി തന്നെ റാങ്ക് ഫയലിൽ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓരോ ടോപ്പിക്കും തിരിച്ചുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എല്ലാത്തിനും തന്നെ എക്സ്പ്ലനേഷനും, അതായത് ടോപ്പിക് വൈസ് ചോദ്യങ്ങൾക്ക് എല്ലാം തന്നെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എക്സാം ക്രാക്കറായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ ഹെഡിങ് കൊടുത്ത് അതിന്റെ ടോപ്പിക് ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ ഉത്തരങ്ങളും എക്സ്പ്ലനേഷനും എല്ലാം റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് എല്ലാ ടോപ്പിക്കും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷനും കൃത്യമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. എക്സാം ക്രാക്കറായിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ പരീക്ഷാ തീയതിയും എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. 067/2024 സിസ്റ്റം അനാലിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അതിന്റെ പരീക്ഷാ തീയതി 28/7/2025 ആണ്, മൺഡേ ആണ്. 14/7/2025 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. 2405 പേരാണ് ഇതിനു വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്ത 125/2024 കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന് 28/7/2025 തന്നെയാണ് പരീക്ഷാ തീയതി. 14/7/2025 ആണ് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാവുന്നത്. 16,033 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്ത 190/2024 സിസ്റ്റം മാനേജർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അതിന് 28/7/2025 മൺഡേ ആണ് പരീക്ഷ. 1016 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കേരാഫെഡ്, അതിന് 28/7/2025 ആണ് പരീക്ഷാ തീയതി. 14/7/2025 മുതൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാവുന്നതാണ്. 13,790 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ കോമൺ എക്സാം ആണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ആണ് പരീക്ഷ. അപ്പോൾ അതിനെല്ലാം തന്നെ ഒരു സിലബസ് ആണ്. ഇതിന്റെ എല്ലാം തന്നെ റാങ്ക് ഫയലും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ അതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200, 1,15,300 ആണ്. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 69.33 ആണ്. അപ്പോൾ എല്ലാവരും റാങ്ക് ഫയൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.